ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു കായ്പോളിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് ഈവനിങ്ങിന് ചായക്ക് അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം 2 പഴം ചെറുതായിട്ട് അരിയട്ടോ. എന്നിട്ട് അത് 1 ടീസ്പൂണ് നെയ്യ് ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കായ്പോളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിൽ 4 മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തത് കേട്ടോ. അതിലേക്കാണ് നമുക്ക് ഈ പഴത്തിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അത് ചായൻ്റെ കൂടെ കഴിക്കാൻ. ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. പഴവും മുട്ടൻ്റെ മിശ്രിതം നല്ല മിക്സ് ആവണം. എന്നിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. അതിലേക്ക് എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. നേരിട്ട് കുക്കർ ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഒരു പഴയ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കുക്കറിട്ട് വെച്ചെടുത്തത്. വിസിൽ മാറ്റിയിട്ടാണ് വേവിക്കേണ്ടത്. 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കുക്കർ തുറന്നപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് മുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു.